പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കണ്ടുവരുന്നിരുന്ന ഒരു സാധനമാണിത്. നീണ്ടിക്കാവിത്ത്, കാവിത്ത്, നീണ്ടി എന്നൊക്കെ വിളിക്കുന്ന സാധനമാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇത്. ഇതിപ്പോൾ നമുക്ക് അധികം അങ്ങനെ കാണാനൊന്നും കിട്ടാറില്ല. നമ്മൾ ഇത് വെച്ചാണ് ഇന്ന് ചെറിയൊരു വിഭവം ഉണ്ടാക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പാചകത്തിലേക്ക് കടന്നിട്ടുണ്ട്. നേരെ അടുപ്പ് കത്തിച്ച് കുക്കർ വെച്ച് അതിലേക്ക് നമ്മൾ നമ്മുടെ നീണ്ടിക്കാവിത്ത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിവിടെ കിടന്ന് ഒന്ന് തിളച്ച് വരണം. നമ്മൾ അടച്ച് വെക്കുകയാണ്. 3 വിസിലാണ് നമുക്ക് കുക്കറിൽ വരേണ്ടത്. അപ്പോൾ ആ 3 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഗൈസ്, നമ്മുടെ 3ാമത്തെ വിസിലും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ നീണ്ടിക്കാവിത്ത് ഇതാ നമ്മളെ കുക്കറിൽ കിടന്ന് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല പോലെ അത് ഈ കാണുന്ന പോലെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മുഴുവനായിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ ഉടച്ചെടുക്കുക. നല്ല പോലെ ഉടയണം കേട്ടോ. ഏകദേശം ഒരു പകുതി ഉടവ് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു അരമുറി തേങ്ങയും അതുപോലെ തന്നെ ഒരു 4 പച്ചമുളകും കൂടി നല്ല പോലെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് കൂട്ടിയിട്ട് നല്ല പോലെ വീണ്ടും ഒന്ന് ചതച്ചെടുക്കുക, ഉടച്ചെടുക്കുക. നല്ല പോലെ മിക്സ് ആവണം ഉടയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ ഇത്. പക്ഷേ എന്താ വെച്ചാൽ ഈ നീണ്ടിക്കാവിത്ത് കിട്ടാനാണ് പ്രയാസം. പണ്ടത്തെ കാലത്തൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന സാധനമായിരുന്നു. ഇപ്പോൾ ഇത് വളരെ കുറച്ചാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ. സിറ്റിയിലേക്കൊക്കെ പോയാൽ കിട്ടാൻ തന്നെ പ്രയാസമാണ്. ഗൈസ്, നമ്മൾ നല്ല പോലെ നമ്മളെ നീണ്ടിക്കാവിത്ത് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ അടുപ്പ് വീണ്ടും ഒന്ന് കത്തിച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ കൂടി മിക്സ് ആയത് ഒന്നുകൂടി വേവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ നല്ല പോലെ ഉടഞ്ഞു വരണം. നമ്മൾ അടുപ്പ് സിമ്മിലാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തതാണ്. അപ്പോൾ അധികം വേവ് വേണ്ട. നമ്മൾ മിക്സ് ചെയ്ത തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി മിക്സ് ചെയ്തതും കൂടി ചേർത്തത് ഒന്നുകൂടി സെറ്റ് ആവാനാണ് വീണ്ടും കത്തിച്ചു കൊടുക്കുന്നത് അടുപ്പ്. 2 മിനിറ്റ് നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ വീണ്ടും ഇളക്കുക. ഗൈസ്, ഈ സമയത്ത് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ നീണ്ടിക്കാവിത്ത് പുഴുങ്ങിയെടുക്കുക എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയത്തെ പണി മാത്രമേ ഉള്ളൂ. ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും കാണാം.